അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വാര്യത്ത് പവർ ടൂൾസിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇറങ്ങിയ ശേഷം ഒരുപാട് ഡെവലപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഈ കട തന്നെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. സാഞ്ചേട്ടാ നമസ്കാരം. നമസ്കാരം. വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ സാഞ്ചേട്ടാ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന കട ഒന്ന് ഡെവലപ്പ് ചെയ്തു. അത്യാവശ്യം പവർ ടൂൾസ്, ഹാൻഡ് ടൂൾസ് എല്ലാ ഐറ്റംസും നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ സ്റ്റോക്ക് ആഡ് ചെയ്തു. ഐറ്റംസ് കൂടുതൽ കുറെ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ന്യൂമാറ്റിക് ടൂൾസുകൾ നേരത്തെ ചെയ്തിരുന്നെങ്കിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ ന്യൂമാറ്റിക് ടൂൾസുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്യാരേജ് ഐറ്റംസ്, ജാക്കികള്, ഗ്രീസ് ഗണ്ണുകൾ, അങ്ങനെയുള്ള ഐറ്റംസ്, ഗ്രീസ് ബക്കറ്റുകൾ, അതെല്ലാം ചെയ്യുന്നു. അതെല്ലാം നമ്മൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പത്തനംതിട്ടയിൽ തന്നെ ഏറ്റവും അത്യാവശ്യം വലിയൊരു കടയാന്ന് പറയുന്നു. അതിലുപരി പത്തനംതിട്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. വെറൈറ്റി ഐറ്റംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യില്ല, മാക്സിമം ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം കൂടുതലായിട്ട് ഗ്യാരേജുകള്, ടയർ ഷോപ്പുകള്, അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് നമ്മൾ ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഷോപ്പുകൾക്ക് പോലും നമുക്ക് ഈ കട, പിന്നെ അതുപോലെ തന്നെ പവർ ടൂൾസുകൾ ഏതും. അതെ, ഞങ്ങളിവിടെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-60-70 കിലോമീറ്ററിനകത്ത് പുറത്തുള്ള ആൾക്കാർ നമ്മളോട് വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. പർച്ചേസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ എല്ലായിടത്തും അയച്ചു കൊടുക്കാറുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ നേരിട്ട് വന്നെടുക്കുന്ന ഒരു 17 കിലോമീറ്റർ അകത്തുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. കുറെ ഡെവലപ്പുകൾ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് വീഡിയോയിൽ കൂടി നിങ്ങൾ എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർത്തും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. കണ്ടാലോ? തീർച്ചയായിട്ടും. ഇതുപോലെയുള്ള ന്യൂമാറ്റിക് ടൂൾസുകൾ നമ്മുടെ എല്ലാ ഐറ്റം ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഗ്യാരേജുകൾക്ക്, ടയർ ഷോപ്പുകാർക്ക് എല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള ഇമ്പാക്റ്റ് റെഞ്ചാണ്. ഇത് ന്യൂമാറ്റിക് എയറിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുടെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫിറ്റിംഗ്സുകൾ ഒരുപാടുണ്ട്. ഫിറ്റിംഗ്സുകളെല്ലാം നമ്മുടെ കയ്യിൽ. ഇതിന്റെ തന്നെ പല കമ്പനിയുണ്ടോ? ഇതിന്റെ തന്നെ പല കമ്പനിയുണ്ട്. അതിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. അതൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അതെ. അതുപോലെ ടൂ വീലറിന്റെ വേണ്ടിയിട്ടുള്ള വീലർ വർക്ക്ഷോപ്പുകൾക്കൊക്കെ വേണ്ടുന്ന ചെറിയ ഇമ്പാക്റ്റ് റെഞ്ചാണിത്. ഇത് ന്യൂമാറ്റിക് എയറിൽ വർക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് എയർ സാൻഡർ ആണ്. അതും ന്യൂമാറ്റിക് എയറിൽ വർക്ക് ചെയ്യുന്ന ഐറ്റമാണ്. നമ്മുടെ ഈ പുട്ടിയൊക്കെ ഇടാൻ വേണ്ടി പുട്ടി ഇട്ടിട്ട് പെയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വർക്ക്ഷോപ്പിലായിട്ടാണ്, വർക്ക്ഷോപ്പ് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ്. ഇത് എയറിൽ വർക്ക് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ 4-5 ഇഞ്ച് 6 ഇഞ്ച് പല സൈസുകളിൽ അവൈലബിൾ ആണ്. സൈസ് ഉണ്ടല്ലേ? അതെ. ഇത് ബാഗുള്ള ഐറ്റം ഉണ്ട്, ബാഗ് ഇല്ലാത്ത ഐറ്റം ഉണ്ട്. എല്ലാ ഐറ്റവും നമ്മുടെ അവൈലബിൾ ആണ്. നമ്മൾ കണ്ട ന്യൂമാറ്റിക്കിന്റെ ഒരുപാട് ഫിറ്റിംഗ്സുകൾ ഞങ്ങളുടെ അവൈലബിൾ ആണ്. എല്ലാ ഐറ്റംസും നമ്മുടെ ഉണ്ട്. ഫിറ്റിംഗ്സുകൾ ഒരുപാട് ഐറ്റംസ്, ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഇതേപോലുള്ള PU ട്യൂബ്സിന്റെ ഫിറ്റിംഗ്സുകളാണ്. അതുപോലെ PU ട്യൂബ് നമുക്ക് അവൈലബിൾ ആണ്. PU ഹോസ് നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. 6mm മുതൽ 12mm വരെ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സൈസും നമുക്ക് ഉണ്ട്, നിലവിൽ ഉണ്ട്. ഈ വരുന്ന ഹോസ് നമുക്ക് എയറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹോസ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഹോസ് ഉണ്ട്. താഴെ കാണുന്നത് നോർമൽ ഹോസാണ്, കംപ്രസർ ഹോസാണ്, എയർ ഹോസാണ്. അതിനകത്ത് കുറച്ചുകൂടെ കട്ടിയുള്ള ഹോസ് ഈ ടയർ ഷോപ്പ്, ഗ്യാരേജ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹോസുകൾ എല്ലാ സൈസും നമ്മുടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഫിറ്റിംഗ്സും അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ ബ്രാസ് ഫിറ്റിംഗ്സുകൾ, എല്ലാ ബ്രാസ് ഫിറ്റിംഗ്സുകളും നമ്മുടെ നിലവിൽ അവൈലബിൾ ആണ്. നമുക്കൊരു കപ്ലറാണ്. അതായത് നമ്മുടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ ഒരു ഹോസിൽ തന്നെ ഒരുപാട് ഐറ്റംസ്, അതായത് ഇമ്പാക്ട് റെഞ്ച് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ കണ്ട എയർ സാൻഡർ ഉപയോഗിക്കാം. കംപ്രസറിൽ നിന്ന് നമുക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ് ഗൺ ഉപയോഗിക്കാം. ഇതിനെല്ലാത്തിനും നമുക്ക് ഈ ഒരു ക്വിക്ക് കപ്ലർ എന്ന് പറയും. നമുക്ക് ക്വിക്ക് റിലീസ് കപ്ലറാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഊരി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് 2-3 ഐറ്റംസ്, 2-3 ടൂൾസ് ഒറ്റ ഹോസിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡൈവേർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അതായത് ഒരു കംപ്രസറിൽ തന്നെ വരുന്ന എയർ നമുക്ക് 3 ഐറ്റത്തിന് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. മാനിഫോൾഡ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അക്സറീസ്, ചെറിയ അക്സറീസുകളുണ്ട്. ഈ എങ്ങും കിട്ടാത്ത രീതിയിലുള്ള എങ്ങും കിട്ടാത്ത ഐറ്റംസ് നമ്മുടെ ഉണ്ട്. അപ്പോൾ ചേട്ടാ ഇതെന്തോ കേട്ടോ സാധനം? ഇതെന്ന് പറയുന്നത് കിസാൻ ക്രാഫ്റ്റിന്റെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആണ്. സൂപ്പർ സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ നമുക്ക് ലേഡീസിന് പോലും നമുക്ക് പറമ്പുകൾ കിളയ്ക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കിളയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഏറ്റവും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ടില്ലറാണ് ഇത്. ടില്ലറിന്റെ പർപ്പസ് നടക്കും. അതായത് കിളച്ചിട്ടേക്കുന്ന സ്ഥലത്ത്, അല്ല കട്ടിയായിട്ടുള്ളിടത്തല്ല, കിളച്ചിട്ടേക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ നടുമ്പോഴോ വാഴ നടുമ്പോഴോ ഒക്കെ നമുക്ക് കിളയ്ക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നല്ല സൂപ്പർ സെല്ലിംഗ് പ്രോഡക്റ്റ്. വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഇല്ല, വെയിറ്റ് ഒന്നുമില്ല. ബ്രഷ് കട്ടറിന്റെ വെയിറ്റേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് കറങ്ങുന്നതുകൊണ്ട് നമുക്ക് കയ്യിൽ അങ്ങനെ വെയിറ്റ് വരത്തില്ല, കുഴിച്ച് പോകത്തല്ല ഉള്ളൂ. നല്ലൊരു പ്രോഡക്റ്റ് ആണിത്. അതുപോലെ കിസാൻ ക്രാഫ്റ്റ് തന്നെ, കിസാൻ ക്രാഫ്റ്റിന്റെ ഈ ഇതെല്ലാം കിസാൻ ക്രാഫ്റ്റിന്റെ. ഇതെന്തോ ഐറ്റം?
ഇതൊരു പോർട്ടബിൾ സ്പ്രെയർ ആണ്. അഗ്രികൾച്ചർ യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്രെയർ ആണ്. നമുക്ക് മരുന്നൊക്കെ അടിക്കാൻ പറ്റുന്ന പെട്രോൾ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. കൊണ്ടാണ് അടിക്കാം. അത് ഇതിന്റെ ഓസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെസ്റ്റ് കൺട്രോളിംഗ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. വലിയ വിലയില്ല. കിസാൻ ക്രാഫ്റ്റിന്റെ മെഷീനാണ് ഇതെല്ലാം. അതുപോലെ നമ്മൾ കിസാൻ ക്രാഫ്റ്റിന്റെ ഓതറൈസ്ഡ് ഡീലറാണ്. ക്രാഫ്റ്റിന്റെ ബ്രഷ് കട്ടർ, ചെയിൻസോയ്, അതേപോലെ തന്നെ ഈ ടില്ലർ, സ്പ്രെയർ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ആണ്. കിസാൻ ക്രാഫ്റ്റിന്റെ ഒരു ബ്രഷ് കട്ടറാണ് എൻ്റെ ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല യൂസിനുള്ളതല്ലേ? അതെ അതെ അതെ. ഇത് കിസാൻ ക്രാഫ്റ്റിന്റെ തുടക്കം മുതലുള്ള ഒരു മോഡലാണ്. 8640 പറഞ്ഞ മോഡലാണ്. ഇത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒരുമാതിരി എല്ലായിടത്തും ഉള്ള ഒരു മോഡലാണ്. ഇതുകൊണ്ട് വാടകയ്ക്ക് അടിക്കാനും കൊള്ളാം, വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ്. വലിയ വിലയില്ല കേട്ടോ. ഏത് സാധാരണക്കാരനും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഏത് സാധാരണക്കാരനും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. വരുന്നത് 2 സ്ട്രോക്കിലാണ് വരുന്നത്. നമുക്ക് 4 സ്ട്രോക്കിന്റെ മോഡൽസും നമ്മുടെ അവൈലബിൾ ആണ്. അതുപോലെ ഹസ്കോർണ മോഡൽ നമ്മൾ ചെയ്യുന്നത്, ഹസ്കോർണയുടെ മെഷീൻ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ജനറേറ്റർ അല്ലേ? അല്ലല്ല, ഇതെന്ന് പറഞ്ഞാൽ പമ്പാണല്ലേ? വാട്ടർ പമ്പ്, സ്ലറി. അഗ്രികൾച്ചർ പമ്പാണ്. 5 HP-യുടെ ഐബിലിന്റെ പമ്പാണ്. ഐബിലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഐബിലിന്റെ പമ്പ് ഓൺ സൈറ്റ് ആണ് അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സൈറ്റിൽ വന്ന് സർവീസ് ചെയ്ത് തരും. ഇത് അത്യാവശ്യം സ്ലറിയൂടെ ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മോട്ടറാണ്. ഇതിന്റെ തന്നെ വെയിറ്റ് ഒന്നും ഇല്ലല്ലേ? കൊണ്ടുനടക്കാൻ പറ്റുന്ന, തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ചെറിയ മോഡലും വരുന്നുണ്ട്, 1.5-ന്റെ വരുന്നുണ്ട്. ഇത് 5 HP-യുടെ മോട്ടറാണ്. അത്യാവശ്യം നല്ല പ്രൈസിൽ തരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കാർ വാഷ് വേണോ വേണ്ടി? അതും വിലക്കുറവിൽ ഇവിടെ കിട്ടും. അതും ഐബിലിന്റെ സാധനം അല്ലേ? ഐബിലിന്റെ സാധനം. അപ്പൊ EMI അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? EMI നമ്മൾ ബജാജിന്റെ EMI ചെയ്യുന്നുണ്ട്. EMI കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇനി പൈസ ഇല്ലെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 0 ഡൗൺ പേയ്മെന്റ് ഇവിടെ സാധനം കിട്ടും. അത് കാർ വാഷർ അല്ല, ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും, എല്ലാ മെഷീൻസും നമുക്ക് EMI കൊടുക്കാൻ പറ്റും. ബജാജിന്റെ EMI കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിനകത്ത് നമുക്ക് EMI ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ, അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് EMI ഇട്ട് കൊടുക്കാം. അതും 0 ഡൗൺ പേയ്മെന്റ്. ഗാരേജ് അതുപോലെ ടയർ ഷോപ്പിനൊക്കെ വേണ്ടുന്ന ഹൈഡ്രോളിക് ജാക്കുകളാണിത്. 3 ടൺ മുതൽ നമ്മുടെ അവൈലബിൾ ആണ്. എലിഫന്റ് ജാക്ക് ഇതാണ്. ഇത് എലിഫന്റിന്റെയാണ് 3 ടൺ വരുന്നത്. 2 ടൺ മുതലുള്ള ജാക്കുകൾ നമ്മൾ അവൈലബിൾ ആണ്. ഇതേപോലുള്ള ഹൈഡ്രോളിക് ജാക്കുകൾ. അതുപോലെ പെൻഡായുടെ ജാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. നോർമൽ ജാക്കുണ്ട്, ലോ പ്രൊഫൈൽ ജാക്കുകളുണ്ട്. ഇത് നമുക്ക് അവൈലബിൾ ആണ്. 3 ടണ്ണിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇത് 3-4 വരെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് നിലവിൽ. അതുപോലെ ഇതെന്ന് പറയുന്നത് പെൻഡായുടെ ഗ്രീസ് ബക്കറ്റുകളാണ്. ഇത് 3 കിലോ കപ്പാസിറ്റി വരുന്ന ബക്കറ്റാണിത്. അത് നമുക്ക് 20 കിലോ വരെയുള്ള കപ്പാസിറ്റി ഉള്ള ഗ്രീസ് ബക്കറ്റുകൾ നമുക്ക് അവൈലബിൾ. നമുക്ക് സാധാരണക്കാരൻ്റെ വണ്ടിക്ക്, അതായത് നോർമൽ നമ്മുടെ വണ്ടിക്കകത്തൊക്കെ വരുന്ന ടൈപ്പുള്ള സിസർ ജാക്കാണ്. ഈ ജാക്കുകൾ നമ്മുടെ അവൈലബിൾ ആണ്. ചെറിയ കാറിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സിസർ ജാക്ക് നമ്മുടെ അവൈലബിൾ ആണ്. അത്യാവശ്യം വിലക്കുറവുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇത് വിലക്കുറവിൽ തന്നെ കൊടുക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ലിവർ, ഇത് നമ്മുടെ വണ്ടികളിലൊക്കെ കാണും, ഈ ജാക്ക് കാണും, കമ്പനി ജാക്ക് കാണും. പക്ഷേ ഇതിൻ്റെ ലിവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലിവർ തന്നെയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ലിവറുണ്ട്, കൂടാതെ നമുക്ക് ലിവർ തന്നെയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് എല്ലാ വണ്ടിക്കാരും, ഇപ്പോൾ ഗ്യാരേജ് എന്ന് പറഞ്ഞ് ഗ്യാരേജുകാർക്ക് മാത്രമല്ല, വീട്ടാവശ്യക്കാർക്കുള്ള എല്ലാ വണ്ടിക്കുള്ള എപ്പോഴും വേണ്ടിയ സാധനമാണ്. ചിലപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ പണിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ചിലപ്പോൾ മറന്നു വെച്ച് പോവുകയാണെങ്കിൽ ഈ സാധനം എങ്കിലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇത് ഷോറൂമിൽ ചോദിച്ചാൽ പോലും ഇത് കിട്ടുന്ന ഐറ്റം അല്ല. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എത്ര വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഇതേപോലുള്ള ജാക്ക് വെച്ചിട്ട്, ഹൈറ്റ് വെച്ചിട്ട് ജാക്ക് സ്റ്റാൻഡാണിത്. ഇത് വർക്ക്ഷോപ്പുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. വർക്ക്ഷോപ്പുകാർക്ക്, അതുപോലെ പിന്നെ ടയർ ഷോപ്പുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ബെഞ്ച് വൈസ് നമുക്ക് എല്ലാ സൈസും ഉണ്ട്. ചെറുത് മുതൽ വലിയ സൈസ് വരെ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഉപയോഗം എന്തുവാ? ഇത് നമുക്ക് ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം ഈ ഇത് അഴിക്കാൻ പറ്റാത്ത ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അഴിക്കാനും ഒക്കെ ആയിട്ട് ബെഞ്ച് വൈസ് നമുക്ക് എല്ലാ വർക്ക്ഷോപ്പിലും ആവശ്യമുള്ള സൈറ്റോ. ലെയ്ത്ത് ഐറ്റംസ് നമ്മുടെ അവൈലബിൾ കേട്ടോ. ലെയ്ത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ബോട്ടിൽ ജാക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബോട്ടിൽ ജാക്കി എന്ന് എടുത്തേ. ഇത് നമുക്ക് ബോട്ടിൽ ജാക്കിയാണ് വരുന്നത്. ടബാരിയുടെ നമ്മൾ ചെയ്യുന്നത് ഈസ്റ്റ്മാൻ്റെ ടബാരിയാണ് നമ്മൾ ചെയ്യുന്നത്. 2 ടൺ മുതൽ 10 ടൺ വരെ നമ്മുടെ എപ്പോഴും സ്റ്റോക്കുള്ള ഐറ്റമാണ്. അത്യാവശ്യം ലോഡ് വണ്ടിക്കൊക്കെ ഏറ്റവും 50 ടൺ വരെ നമുക്ക് 70 ടണ്ണും കിട്ടും. നമുക്ക് കിട്ടുന്ന ഐറ്റമാണിത്. ഇതാണിപ്പം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. സാധാരണ വണ്ടിക്കും ഇപ്പം സിമ്പിൾ അല്ലേ കൊണ്ടുനടക്കാനും. ഹൈഡ്രോളിക് ആണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് അത്. വലിയ വിലയൊന്നുമില്ല, ചെറിയ വിലയേ ഉള്ളൂ. ഇത് ഓട്ടോ ഉള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ഈസി ആയിട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇത് വെയിറ്റ് അനുസരിച്ച് വേറെ ഇരിപ്പുണ്ടോ? എല്ലാം ഉണ്ട്. കാണിക്കാമോ? ജസ്റ്റ് ഒന്ന് ഐറ്റം ഉണ്ട്.
10 ടൺ വരെ 10 ടൺ വരെ ഇതാ 10 ടണ്ണിനല്ലേ? 10 ടൺ വരെ ഇപ്പൊ നിലവിൽ നമുക്കുണ്ട്. 75 ടൺ വരെ നമുക്ക് ഈ ടൈപ്പ് ജാക്കി അവൈലബിൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാര്യത്ത് പവർ ടൂൾസിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത്യാവശ്യം കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ് കോൾ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ പറ്റില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട്, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് വേണ്ടിയെന്നുള്ളത് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഈ കാണുന്ന ഫിൽറ്ററുകൾ, എയർ ഫിൽറ്ററുകൾ നമ്മുടെ അവൈലബിൾ ആണ്. വാട്ടറിന് ഓയിലിന് വരുന്ന ഫിൽറ്ററുകൾ, അതായത് ഈ കംപ്രസറിൽ നിന്ന് നമ്മൾ കണക്ഷൻ ചെയ്യുന്ന മെഷീൻസിൽ ഓയിലോ വാട്ടറോ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫിൽറ്ററുകളാണ്. ഇത് ഒരുപാട് ടൈപ്പ് ഉണ്ട്, എല്ലാം നമ്മുടെ അവൈലബിൾ. സാഞ്ചേട്ടാ ഇതെന്താ ഐറ്റം? ഇതെന്ന് പറയുന്നത് ബോഡി ഫില്ലറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗ്യാരേജിനാണ് ഞങ്ങൾ വർക്ക്ഷോപ്പുകൾക്കാണ് കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഏറ്റവും ആവശ്യമുള്ള പെയിന്റിങ്ങുകാർക്ക് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ഈ ബോഡി ഫില്ലർ. പുട്ടി പോലെ തന്നെ നമ്മൾ ബോഡി ഫില്ലറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ബോഡി ഫില്ലർ ഇട്ടിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചളക്കോ കാര്യങ്ങളോ ഒക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബോഡി ഫില്ലറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ കടകളിലെ റേറ്റ് അല്ല, ഞങ്ങൾ ഹോൾസെയിൽ പ്രൈസ് തന്നെ വർക്ക്ഷോപ്പുകൾ കൊടുക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒരു മെയിൻ ഞങ്ങളുടെ ക്ലയന്റ് എന്ന് പറയുന്നത്, കസ്റ്റമർ എന്ന് പറയുന്നത് ഈ വർക്ക്ഷോപ്പുകാരാണ്. അവരെ സഹായിക്കുന്ന രീതിയിൽ ഞങ്ങൾ ബോഡി ഫില്ലർ കൊടുക്കുന്ന ഏറ്റവും വില കുറവിലാണ് അവർ കൊടുക്കുന്നത്. ഒരുപാട് വർക്ക്ഷോപ്പുകാർ നമ്മുടെ ബോഡി ഫില്ലർ അല്ലേ? അതെ, ബോഡി ഫില്ലർ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ അതിന്റെ പേപ്പറുകളെല്ലാം ഉണ്ട്. ഇതിന് വേണ്ടുന്ന പോളിഷ് ചെയ്യുന്ന പേപ്പറുകൾ, പോളിഷിംഗ് പാടുകൾ ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ്. വർക്ക്ഷോപ്പുകാർക്ക് മാത്രമല്ല, പവർ ടൂൾസും ബാക്കി സാധനങ്ങൾക്കൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് ഐറ്റങ്ങൾ, നമുക്ക് ഒരു 5000 അല്ല 10000 അല്ല അതിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് നിലവിലൂടെ ഉണ്ട്. എല്ലാം നമുക്ക് വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ? അതെ അതെ, നമ്മൾ കാണിച്ചത് അത്യാവശ്യം ഗ്യാരേജുകാർക്കോ അല്ലെ അവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്നതാണ് ഐറ്റം, അല്ലെ ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഐറ്റംസ് നമുക്കുണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതെ, ലെങ്ത് ഒരു 10-15 മിനിറ്റ് പോയാലും തികയത്തില്ല, ഒരു ദിവസം കഴിഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം ടൂൾസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ഒരു ഐറ്റം അല്ലല്ലോ. ഒരു ഐറ്റം തന്നെ ഒരു 100 ഐറ്റം ആയിട്ടുണ്ട്, ഒരു സബ് ഡിവിഷൻ ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം നമുക്ക് വീഡിയോക്കകത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഷോറൂം ഇപ്പൊ നമ്മൾ നിലവിൽ കസ്റ്റമേഴ്സിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വന്ന് ഇവിടുന്ന് വന്ന് സാധനം വാങ്ങിക്കാം. റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വർക്ക്ഷോപ്പുകാർക്കാണ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ വർക്ക്ഷോപ്പുകാർക്ക് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വില കുറവ്, അല്ലെങ്കിൽ അവർക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഞങ്ങൾ സമീപിക്കത്തുള്ളൂ. അപ്പോൾ ആ റേറ്റിലാണ് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴഞ്ചേരിയുടെ ഹൃദയ ഭാഗത്ത് തന്നെയാണ്. കോഴഞ്ചേരി പത്തനംതിട്ട വൺ വേയിൽ മെയിൻ റോഡിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ പൊയ്യാനി ഹോസ്പിറ്റലിന് അവിടുന്ന് പത്തനംതിട്ട റോഡിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണാം നമ്മുടെ വാര്യത്ത് എന്ന് പറയുന്നത് പവർ ടൂൾസ് പറഞ്ഞ വലിയ ബോർഡ് കാണാം. അപ്പൊ ലൊക്കേഷൻ മിസ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പവർ ടൂൾസോ ബാക്കി സാധനങ്ങളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ ഇല്ലെങ്കിൽ തന്നെ 2 ദിവസങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അതെ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ 0 ഡൗൺ പേയ്മെന്റ് നമ്മൾ എല്ലാ ബജാജിന്റെ EMI ഉണ്ട്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിനകത്ത് നമുക്ക് EMI എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് EMI കൊടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് EMI കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൗകര്യവും നമുക്ക്. ഏതൊരു സാധാരണക്കാരനും ഇനി ബ്രഷ് കട്ടറൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുന്നാൽ മതി, ഇവിടെ ഉണ്ട് സാധനം. തീർച്ചയായിട്ടും. അതും 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ലൊക്കേഷൻ മിസ് ചെയ്യണം കേട്ടോ.